എത്രയൊക്കെ പ്രചാരണങ്ങൾ നടത്തിയാലും ജനങ്ങളുടെ ഭൗതിക ശേഷിയെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. അവർ സ്വാഭാവികമായും അതിപ്പോൾ മറ്റു നേതാക്കൾ നടത്തിയാലും ഇത്തരം വിലയിരുത്തലുകളിലേക്ക് പോകുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ പറഞ്ഞതാണ് സ്ത്രീകളുടെ വലിയ ഒരു ഒഴുക്ക്. വീണ്ടും ബിജെപി അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് വീണ്ടും രണ്ടാമത്തെ സീറ്റ് ബിജെപിക്ക്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്തായാലും രഞ്ജിത്ത് എന്റെ പ്രഡിക്ഷനിൽ രണ്ടാമത്തെ ഫലം നേടിയിട്ടുണ്ട്. അതായത് അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള നിരീക്ഷണം മാത്രമാണ്, അല്ലാതെ ബിജെപിക്ക് പിന്തുണ എന്നതൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. അങ്ങനെ സഭയിൽ രണ്ട് താമരകൾ മൂന്നുണ്ടാകും. ഇനി അറിയണം, പക്ഷെ 2000-ന് മുകളിലേക്ക് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തന്റെ ഭൂരിപക്ഷം ഉയർത്തി. അപ്പൊ എന്താ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഓ രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള, അതായത് ബിജെപി ലേബലിൽ ഓ രാജഗോപാൽ മാത്രം ഇരുന്നിട്ടുള്ള കേരള നിയമസഭയിൽ ഇത്തവണ ഇതാ 2 ബിജെപി അംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷ നിരയിലായിരിക്കുമെന്നതാണ്. ഒരിക്കൽ ഓ രാജഗോപാൽ ആകെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, PC ജോർജ്, അല്ലെ, കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച. ഇത്തവണ എന്തായാലും നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ കൂടിയുണ്ട്. ചാത്തന്നൂരിനൊപ്പം നേമത്ത് കൂടി ബിജെപി വിജയക്കൊടി പാറിക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 സീറ്റുകളിൽ ബിജെപി നരേന്ദ്രമോദി വൈകിട്ട് 7 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു. അത് ബംഗാളിലെയും അസമിലെയും ജയം പറയാൻ വേണ്ടി, ജനത്തോട് നന്ദി പറയാൻ വേണ്ടിയാണ്. സ്വാഭാവികമായും ഈ 2 പേരുകളും പ്രധാനമന്ത്രി പരാമർശിക്കും. ഞങ്ങൾ തിരിച്ചു വന്നു കേരള നിയമസഭയിൽ എന്ന് പറയും. ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിജയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് ശേഷം ബിജെപി രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ നേടിയെടുക്കുന്ന വലിയ വിജയമായി ഇത് ആഘോഷിക്കപ്പെടും. സംശയമില്ല. കുറഞ്ഞത് 8 മണ്ഡലങ്ങളിലെങ്കിലും ബിജെപി 2ാം സ്ഥാനത്താണ് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ബിജെപി പിടിച്ച വോട്ടുകൾ ആരുടേതാണ്. സ്വാഭാവികമായും അതിപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് എന്നുള്ള പ്രധാനപ്പെട്ട കണക്കിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ചരിത്രമാണ്. ബിജെപിക്ക് മിന്നുന്ന പ്രകടനം. ശിവകുമാർ തോറ്റു അരുവിക്കരയിൽ. ശിവകുമാർ തോറ്റു. അവിടെ ജി സ്റ്റീഫൻ ജയിച്ചു. അത് വലിയ തിരിച്ചടിയാണ്. അതായത് ഈ ഒഴുക്കിനിടയിൽ, അതായത് ഞാൻ അല്പസമയം മുമ്പ് ചോദിച്ചിരുന്നു വൻമരങ്ങൾ ഏതെങ്കിലും വീണിട്ടുണ്ടോ കോൺഗ്രസിലെന്ന്. ഇതാ ഒരു വൻമരം, അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരാൾ തന്നെയാണ് ശിവകുമാർ. മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്, അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവാണ്. ഇത്തരത്തിലൊരു വലിയ കാറ്റ് UDF-ന് അനുകൂലമാവുകയും അത്രമേൽ പ്രമുഖരല്ലാത്തവർ പോലും വിജയിച്ചു കയറുകയും ചെയ്യുമ്പോൾ അവിടെ ഇതാ VS ശിവകുമാറിന് തോൽവി മടക്കുന്നു എന്നതാണ് എടുത്ത് പരാജയമാണ്. 29,932 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. വൻ പരാജയത്തിലേക്ക് കെ സുരേന്ദ്രൻ പോവുകയാണ്. ബിജെപി പ്രതീക്ഷ അർപ്പിച്ചിരുന്ന A ക്ലാസ് മണ്ഡലത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ തോൽക്കുന്നത് 30,000-നടുത്ത് വോട്ടുകൾ. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.